തലമുതിർന്നൊരു പദ്ധതി വീരൻ്റെ, അല്ലെങ്കിൽ വേണ്ട, തലയെ കെട്ടിയൊരു പദ്ധതി വീരൻ്റെ ആസൂത്രണ ചരിതം കൂടി കേട്ടാലോ? അതിനു മുമ്പ് നമുക്കൊരു ഉപദേശം കൂടി കേട്ടിട്ട് കഥ തുടരാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നമ്മളൊക്കെ അഭിമാനം കൊള്ളും. എന്നാൽ ഈ അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലാക്കിയ യാഥാർത്ഥ്യം കാണുമ്പോൾ എത്ര വിശ്വസ്തയോടുകൂടി, വിവേകത്തോടുകൂടി, സത്യസന്ധതയോടുകൂടി രാഷ്ട്ര സേവനമാണ് ഈശ്വര ആരാധന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിധിയൊക്കെ അതുപോലെ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് നാട് ഭരിക്കുന്ന ആളുകൾ സംസ്ഥാന ലെവലിലാണെങ്കിലും കേന്ദ്ര ലെവലിലാണെങ്കിലും ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട മാതൃകയാണ്. പൊതുമുതൽ ധൂർത്തടിച്ച് നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് ജനത്തിനു വേണ്ടി കാത്തു സൂക്ഷിക്കണം. സംസ്ഥാന ധൂർത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കേന്ദ്ര ധൂർത്തിൻ്റെ കഥയറിയാം. UPA സർക്കാരിൻ്റെ കഴിഞ്ഞ 7 വർഷത്തെ ഭരണകാലത്തിനിടയ്ക്ക് ആസൂത്രണത്തിൻ്റെ തലേക്കെട്ട ആശാൻ 274 ദിവസം വിദേശത്തായിരുന്നുവത്രേ. അതായത് 9 ദിവസത്തിലൊരിക്കൽ. ചുരുക്കത്തിൽ ആസൂത്രണം നാട്ടിലല്ലെന്ന് സാരം. Come follow me, baby, come follow me, boy. ദിവസം 27 രൂപ വരുമാനമുള്ളവൻ പണക്കാരനാണെന്ന് കണ്ടെത്തിയ മാന്യൻ ഈ കാലത്ത് ഒരു ദിവസം ചെലവഴിച്ചത് 2 ലക്ഷം രൂപയാണത്രേ. Come follow me, baby, come follow me, boy. Come follow me. ഇന്ന് നാട് ഭരിക്കുന്ന ആളുകൾ സംസ്ഥാന ലെവലിലാണെങ്കിലും കേന്ദ്ര ലെവലിലാണെങ്കിലും ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട മാതൃകയാണ്. പൊതുമുതൽ ധൂർത്തടിച്ച് നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് ജനത്തിനു വേണ്ടി കാത്തു സൂക്ഷിക്കണം. ബിഷപ്പല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ നേരിട്ട് വന്നാലും ഈ ഐറ്റങ്ങളുടെ ധൂർത്ത് അവസാനിക്കില്ല.